പൂന്താനത്തിനെ രക്ഷിക്കാൻ വന്ന ശിവപാർവതിമാരുടെ കഥ അറിയാമോ? പൂന്താനത്തിന് ഭാഗവതത്തിൽ വലിയ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല. എങ്കിലും പലരും ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് ഭാഗവതം ഏത് ഭാഗം വായിച്ചാലും അർത്ഥം പറയാൻ അറിയാമായിരുന്നു. പൂന്താനം അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വലിയ കൗതുകം ആയിരുന്നു. ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനം അർത്ഥം പറയാനും തുടങ്ങി. ഇത് കേൾക്കാൻ പണ്ഡിതന്മാരും അസംഖ്യ ജനങ്ങളും കൂടി. അന്ന് രുക്മിണി സ്വയംവരം ആയിരുന്നു വായിച്ചത്. ശ്ലോകാർത്ഥം നോക്കിയല്ല പൂന്താനം അർത്ഥം പറഞ്ഞത്. അതിനാൽ രുക്മിണി കൃഷ്ണന്റെ അടുത്തേക്ക് ബ്രാഹ്മണനെ പറഞ്ഞേച്ച ഭാഗം വർണ്ണിച്ചപ്പോൾ അദ്ദേഹം രുക്മിണി തന്റെ എല്ലാ വിഷമവും എഴുതി ബ്രാഹ്മണന്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തേച്ചു എന്ന് പറഞ്ഞു. എഴുത്തിന്റെ കാര്യം ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഇത് കേട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, എഴുത്ത് കൊടുത്ത കാര്യം ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കളിയാക്കി. ഇത് കേട്ട് മറുപടി പറയുവാൻ കഴിയാതെ പൂന്താനം വിഷമിച്ചു. അപ്പോൾ ശ്രീകോവിലിന്റെ അകത്തു നിന്നും കണ്ണൻ പറഞ്ഞു, എഴുത്തു കൊടുത്തുവിട്ടില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബ്രാഹ്മണൻ എന്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരു എഴുത്തു കൂടി കൊണ്ടുവന്നിരുന്നു. ഈ ശബ്ദം അവിടെ ഉള്ള എല്ലാവരും കേട്ടു അത്ഭുതപ്പെട്ടു. അങ്ങനെ പണ്ഡിതൻ പൂന്താനത്തോട് ക്ഷമ ചോദിച്ചു. ഈ കഥകൾ എല്ലാം ഇല്ലത്ത് പൂന്താനത്തിന്റെ പത്നി അറിഞ്ഞു. അവർക്ക് ഒരു ആഗ്രഹം, ഇല്ലത്ത് ഒരു ഭാഗവത സപ്താഹം നടത്തണം. പൂന്താനം അർത്ഥം പറയുന്നത് കേൾക്കണം. ഇത് പൂന്താനത്തെ അറിയിച്ചു. പക്ഷേ പൂന്താനം പറഞ്ഞു, 7 ദിവസം നീണ്ടു നിൽക്കുന്ന പാരായണത്തിന് ചിലവുണ്ട്. വായിക്കുന്ന ആളെ കിട്ടണം, അവർക്കുള്ള ദക്ഷിണ വരുന്നവർക്ക് ഭക്ഷണം നൽകണം. പത്നി പറഞ്ഞു, കുറച്ച് നീക്കി ഇരിപ്പുണ്ട്, പിന്നെ എല്ലാം ഭഗവാൻ കണ്ണൻ നോക്കിക്കൊള്ളും. ഈ സമയം ഒരു ബ്രാഹ്മണനും പത്നിയും ഇല്ലത്ത് എത്തി. പാരായണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്യാവശ്യം പാരായണം എനിക്ക് അറിയാം, ഞാൻ വായിക്കാം. അങ്ങനെ നിശ്ചയിച്ച ദിവസം തന്നെ ഇല്ലത്ത് ഭാഗവത പാരായണം ആരംഭിച്ചു. ഇത്ര മനോഹരമായ പാരായണം ഇതുവരെ കേട്ടിട്ടില്ല. ആ ബ്രാഹ്മണൻ വായിക്കുകയും പൂന്താനം അർത്ഥം പറയുകയും ചെയ്തു. കേൾക്കുന്നവരുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നു. ആളുകളുടെ ഒരു പ്രവാഹം തന്നെ ആയിരുന്നു ഇല്ലത്തേക്ക്. എന്നും ഉച്ചയ്ക്ക് പത്നി ഭക്ഷണം നൽകി. വായനയുടെ അവസാന ദിവസം എല്ലാം ഭംഗിയായി അവസാനിച്ചു. പക്ഷേ അപ്പോൾ പത്നിയെ കാണുവാനില്ല. പൂന്താനം ചെന്ന് നോക്കിയപ്പോൾ പൂജാമുറിയിൽ ഇരുന്നു കരയുന്നു. തിരക്കിയപ്പോൾ ഇന്ന് ഭക്ഷണത്തിനായി ഒന്നും ഇല്ല, എല്ലാം കഴിഞ്ഞിരുന്നു. ഇത് കേട്ട് പൂന്താനം കണ്ണനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അകത്തേക്ക് എന്നും പാരായണം കേൾക്കാൻ വന്ന ഒരു ദമ്പതികൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്ര മനോഹരമായ പാരായണം ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇന്നത്തെ അന്നദാനം ഞാൻ ചെയ്തോട്ടെ, അവിടുന്ന് എതിരൊന്നും പറയരുത്. അതുപോലെ പാരായണം വായിക്കുന്ന ആൾക്കുള്ള ദക്ഷിണയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവർ പുറത്ത് എത്തി ദക്ഷിണ നൽകി. എല്ലാവർക്കും ആ ദമ്പതികൾ ഭക്ഷണം വിളമ്പി നൽകി. പിന്നീട് പൂന്താനത്തെയും പത്നിയെയും ഇരുത്തി ആ വായിക്കാൻ വന്ന ദമ്പതികൾ ഭക്ഷണം വിളമ്പി. രാത്രി ഉറക്കത്തിൽ പൂന്താനം ഒരു സ്വപ്നം കണ്ടു. വായിക്കാൻ വന്ന ബ്രാഹ്മണ ദമ്പതികൾ ശിവപാർവതിമാരായിരുന്നു. ഇടയിൽ കയറി വന്ന ദമ്പതികൾ രാധസമേതനായ സാക്ഷാൽ കൃഷ്ണനായിരുന്നു.